മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഹോട്ടലിലെല്ലാം കിട്ടുന്ന ബീഫ് റോസ്റ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഈസിയാണ്. ഈസിയായിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കണം. നല്ല ഇന്ത്യൻ ബീഫാണ്, ലുലുന്ന് മേടിച്ചാണ്. അതിനോട് നമ്മൾ സ്ലൈഡാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഐസൊക്കെ പോയി ഫ്രഷ് ബീഫാണ്, നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ. നമുക്കിങ്ങനെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല എല്ലൊന്നുമില്ല, വെറും ബീഫ് മാത്രമാണ് കേട്ടോ, ഇറച്ചി മാത്രമാണ്. ബോൺലെസ്സാണ് ഞങ്ങൾ മേടിച്ചത്. 1 കിലോ അടുത്തുണ്ട്. ഒരാൾ കഴിക്കുന്ന 2 ആൾ കഴിക്കാനുള്ള ഒരു നേരത്തേക്കുള്ള ഫുഡാണ്. കട്ട് ചെയ്ത് സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ നല്ല ചുവന്ന കളർ ബീഫാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. കുറച്ച് ഉള്ളി, ഒരു 5-6 ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 1 ഇഞ്ച് കഷ്ണം, 4 പച്ചമുളക്, ഒരു അരമുറി ടൊമാറ്റോ. കൂടുതൽ ടൊമാറ്റോ പാടില്ല. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ജാറിൽ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അരയ്ക്കാനുള്ളതാണ്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കഷ്ണം അതും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഫ്രഷ് മിക്സിയിൽ ജാറിലൊരു 2 റൗണ്ട് ക്രഷ് ചെയ്തിട്ട് ഒന്നെടുത്ത് അത് അരച്ച് മാറ്റി വെക്കണം. ബാക്കി വേണം നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ലൈഡാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കുക്കർ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ബാക്കി നമ്മൾ കുക്കറിലെ ബാക്കി പരിപാടി. അതിൽ വേണം നമ്മൾ കുക്കറിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവരിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല കളറുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി, നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബീഫ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മസാലയ്ക്കൊന്ന് പിടിക്കുന്ന വരെ നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാല ആവുന്നവരൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇളക്കി ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ബാച്ചിലേഴ്സൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതിലോട്ട് കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വേവാനുള്ള വെള്ളം, ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, കുറച്ച് വെള്ളം കൊടുത്തായി. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് വിസിൽ നമുക്ക് അടിച്ച്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം 4-5 വിസിൽ അടിച്ചാൽ മതി. ഓരോരുത്തരും ബീഫ് വേവിനനുസരിച്ചിട്ടാട്ടോ. എൻ്റെ തന്നെ ഒരു 4 ലോ ഫ്ലെയിമിൽ 4-5 വിസിലടിച്ച് കറക്റ്റ് വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ചില ബീഫിന് വേവ് കൂടുന്നതായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം. ആ ബീഫെല്ലാം വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം, എന്നാലും നമുക്ക് വെള്ളം നമ്മൾ കുറച്ച് വെച്ചിട്ട്, എന്നാലും വെള്ളം അതിൽ ആ ഇറച്ചിയുള്ള വെള്ളം എല്ലാം വന്നിട്ടുണ്ട്. ബീഫ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റാണ്. നമുക്ക് ഞാൻ മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാൻ വയ്ക്കാം. പാനിലോട്ട് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്ക് മിക്സിയിൽ ജാറിലടിച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചമണം കാണുന്നവരെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. ഒരു കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള വാടാൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കി അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. സവാള എല്ലാം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരമുറി തക്കാളി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വെച്ചാൽ മധുരിക്കുള്ളൂ. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുക്കറിൽ അടിച്ച ബീഫ് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെന്ത ബീഫാണ്, വെള്ളം ഒന്ന് വറ്റുന്നതിൻ്റെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വെറ്റി വന്ന് സെറ്റായിട്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ കടയിൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേമാതിരി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മണം നല്ല ബീഫിൻ റോസ്റ്റിൻ്റെ മണമെല്ലാം നല്ല മൂക്കിലടിച്ച് കയറുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് കുറച്ച് നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.